ദെൻ ഈ 2016 ക്വസ്റ്റൻ ആണ്. സർക്കുലർ മോഷൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഒരു പാർട്ടിക്കിൾ ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു സർക്കുലർ പാത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പാത്തിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് റേഡിയസ് r is equal to 2.5 മീറ്റർ. പിന്നെ ആ പാർട്ടികളുടെ ആക്സലറേഷൻ തന്നിട്ടുണ്ട് a is equal to 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടികളുടെ സ്പീഡാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ എങ്ങനെ ചെയ്യും? എടാ നമുക്കറിയാം ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷന് കറങ്ങുമ്പോൾ അതിൻ്റെ ആക്സലറേഷൻ അതിൻ്റെ സെൻറ്ററിലേക്ക് ആയിരിക്കണ്ടേ അല്ലേ? അപ്പോൾ ശരിക്കും ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ പാർട്ടിക്കിളുടെ ആക്സലറേഷൻ അതിന് സെൻറ്ററിലേക്കാണ് വരേണ്ടത്. ഇങ്ങനെയല്ലേ വരേണ്ടത്? പക്ഷേ ഈ കേസിൽ അങ്ങനെയാണെന്ന് നോക്കിയേ. ഈ കേസിൽ ആക്സലറേഷൻ സെൻറ്ററിൽ നിന്ന് 30 ഡിഗ്രി ആംഗിളിലാണ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി ഇത് യൂണിഫോം സർക്കുലർ മോഷൻ അല്ല, നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണ് അല്ലേ? കാരണം നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആകുമ്പോൾ പാർട്ടിക്കിളിന് രണ്ട് ആക്സലറേഷൻ കാണും അല്ലേ? രണ്ട് കോമ്പണൻസ് കാണും. സെൻട്രിപെറ്റൽ ആക്സലറേഷനും കാണും, ടാൻജൻഷ്യൽ ആക്സലറേഷനും കാണും. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് പിന്നെ കോമ്പണൻറ്റ് എടുത്താൽ മതി, ഈസിയാണ്. ഇതിലെ ടോട്ടൽ ആക്സലറേഷൻ. അപ്പോൾ ഇതിന് രണ്ട് കോമ്പണൻറ്റ് എടുത്താൽ മതി. ഒന്ന് ഇങ്ങനെ സെൻറ്ററിലേക്ക് ഒരു കോമ്പണൻറ്റ് കാണും അല്ലേ? പിന്നെ ടാൻജൻഷ്യലായിട്ട് ഇത് ഇങ്ങനെ ഒരു കോമ്പണൻറ്റ് കാണും അല്ലേ? നമ്മൾ വെക്ടർ റിസോൾവ് ചെയ്യുമല്ലോ, ആ സെയിം സാധനം തന്നെ. തീറ്റ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് a cos തീറ്റ ആയിരിക്കുമല്ലോ, ഇത് a cos തീറ്റ ആയിരിക്കും. പിന്നെ ഈ കോമ്പണൻറ്റ് a sin തീറ്റ ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ? കാരണം നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണ്, ആക്സലേഷൻ സെൻറ്ററിലേക്ക് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇനി ഈ കോമ്പണൻറ്റ് ഏതായിരിക്കും? ഇത് സെൻറ്ററിലേക്കുള്ള കോമ്പണൻറ്റ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ് അല്ലേ? പിന്നെ ടാൻജൻഷ്യൽ ആയിട്ട് വരുന്ന ഈ കോമ്പണൻറ്റ് ഏതാ? ഇത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ്. അപ്പോൾ രണ്ട് കോമ്പണൻറ്റ് ഉണ്ട്. ഓക്കെ, ഇനി സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാം. AC is equal to v²/r ആണ് അല്ലേ? ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ് നമുക്കറിയാം AT is equal to α cross r ആണ് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോരെ? കാരണം സെൻട്രിപെറ്റൽ ആക്സലറേഷൻ നമുക്കറിയാം. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താ? a cos θ അല്ലേ കേസിൽ? വെലോസിറ്റി ആണ് നമുക്ക് വേണ്ടത്, റേഡിയസ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ കേസിൽ a cos θ ആണ്. അത് a cos θ cos 30 ഡിഗ്രി അല്ലേ? cos 30 എന്ന് പറയുമ്പോൾ √3/2 എന്ന് വരും അല്ലേ? ആക്സലറേഷൻ്റെ വാല്യൂ 15 ആണ്. അപ്പോൾ 15 × √3/2 is equal to v²/r. അപ്പോൾ v²/rൻ്റെ വാല്യൂ 2.5 ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് v is equal to √15 × √3/2 into 2.5 എന്ന് വരുമല്ലോ. അപ്പോൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇത് എത്രയെന്ന് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 15 × 1.732 അല്ലേ? 1.7 ആയിട്ട് എടുത്താൽ മതി. 1.7 × ഇത് 5/2 ആയിട്ട് എടുക്കുക. അപ്പോൾ 5/2 താഴെ ഓൾറെഡി 2 ഉണ്ട്, അപ്പോൾ 4 എന്ന് വരും അല്ലേ? ഇനി 75 × 1.7 / 4 അല്ലേ? ഇത് ചെയ്ത് വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇതിന് വാല്യൂ 5.7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ചെയ്യുന്നില്ല, ചെയ്താൽ മതി, ബാക്കിയും കൊണ്ട് കാൽക്കുലേഷൻ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ C കിട്ടും. ദാറ്റ് ഈസ് 5.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.